പൗരൻ എന്നുള്ള നിലയ്ക്ക് ഭാരതത്തിൻ്റെ നന്മയ്ക്കും ഭദ്രതയ്ക്കും വേണ്ടി എന്തു വേണമോ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അല്ലെങ്കിൽ നമുക്കിവിടെ സ്ഥാനമില്ല. ഒരു ഭക്തനാണെന്ന് വയ്ക്കുക, ഈശ്വരൻ്റെ ഹിതം എന്തോ ആ തൃപ്തിപ്പെടാവുന്ന തരത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു തയ്യാറും ഒരു സന്നദ്ധതയും നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മൾ ഭക്തനല്ല. മറിച്ച് നിങ്ങൾക്ക് പറയാം, അങ്ങ് ഈശ്വരനാണെങ്കിൽ ഞാനൊരു ഭക്തനാ, എൻ്റെ നന്മയ്ക്കും എൻ്റെ സാഫല്യത്തിനും വേണ്ടി എന്ത് വേണമെങ്കിലും അങ്ങ് ചെയ്യാൻ തയ്യാറാവണമെന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുകയും ചെയ്യാം. അതും നല്ലതാണ്. അപ്പം ഇവിടെ വലിയ അർത്ഥമാണ് ഈ ശ്ലോകത്തിന്. തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. മുക്തസംഗ 4 അക്ഷരം കഴിഞ്ഞു കൂട്ടരെ. ഭഗവത്ഗീത കഴിഞ്ഞു. വേറെ ഒന്നും നിങ്ങൾക്കറിയണ്ട. എന്താണ് ഈ മുക്തസംഗത്വം ആലോചിച്ച് നോക്കിക്കോളൂ. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മുൻപ്, ഇനിയും പറയാം. ഗീതയിൽ മുഴുവൻ അതാണല്ലോ. മുക്തസംഗനാണോ നിങ്ങളൊരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആയിരുന്നു, കല്യാണം കഴിച്ചു, ഭാര്യയായി, ഭർത്താവായി, കൊള്ളാം, ഒരു വിരോധവും ഇല്ല. മുക്തസംഗനാണോ? ഗർഭവതിയായി മുക്തസംഗയാണോ? കുട്ടിയുണ്ടായി മുക്തസംഗയാണോ? അതാലോചിച്ചോളൂ. മുക്തസംഗയോ ആയി നിങ്ങൾക്ക് എന്തും ചെയ്യാം. ചെയ്തതൊക്കെ യജ്ഞമാവും. അല്ലാതെ എന്ത് ചെയ്താലോ ബന്ധനമാണ്. അപ്പം നിങ്ങൾ എന്നോട് പറയണം, ബന്ധനം വേണോ അതോ സ്വാതന്ത്ര്യം വേണോ? ബന്ധനം വേണമെങ്കിൽ എത്രത്തോളം സംഘം നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ. ബന്ധനമില്ലാതെ സ്വതന്ത്രമായി സന്തോഷമായി ആഹ്ലാദഭരിതമായി ജീവിക്കണോ? സംഘമില്ലാതെ കഴിയണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കരയാൻ തുടങ്ങി. എന്തിനാ ഈ കരയണേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സ്കൂളിലേക്ക് പോകുന്ന കാലത്ത് 5 മിനിറ്റ് നേരം വഴിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അതൊക്കെ കുട്ടിക്കാലത്ത് ഇത്തിരിയൊക്കെ കരഞ്ഞു പിടിച്ചു എന്നൊക്കെ വരും. വിവേകം വരുന്ന സമയത്തോ കരച്ചിലൊക്കെ മാറ്റണം. ഈ കരഞ്ഞിട്ട് നേരെയാവില്ല. നമ്മുടെ മനസ്സിലാണ് തട്ടേണ്ടത്. അർജുനൻ ഇപ്പം കരഞ്ഞുല്ലോ, വല്ലതും കിട്ടിയോ? കരഞ്ഞു എന്ന് മാത്രം ബാക്കി. കൃഷ്ണൻ്റെ അടുത്ത് എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഇപ്പം അവർ തമ്മിൽ സംവാദ. കണ്ണീരെവിടെ പോയി അർജുനൻ്റെ? ഒരു തുള്ളി ഇപ്പോൾ കിട്ടുമോ അർജുനൻ്റെ കണ്ണിന്ന്? അപ്പം കരച്ചിലെന്ന് പറയുന്നത് ഒരു ലോവൽ ലെവൽ ഓഫ് റിയാക്ഷനാണ്, താണ ലെവലിലുള്ള പ്രതികരണമാണ്. ആ കരച്ചിൽ വിട്ട് ആലോചിക്കുക എന്താ വേണ്ടതെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കരയണമെങ്കിൽ കുറച്ച് കരഞ്ഞോളൂ കേട്ടോ. 10-15 മിനിറ്റൊക്കെ ഒരു കാര്യത്തെ ചൊല്ലി കരയണമെങ്കിൽ വിരോധമില്ല. പക്ഷെ കരഞ്ഞിട്ട് ആശ്വാസവും സമാധാനവും കിട്ടണം. അത് കഴിഞ്ഞിട്ട് കനുണ്ടാവരുത്. കരയണത് നല്ലതാണ്, കണ്ണുനീര് അതിനാണല്ലോ. ഞാൻ പറയാറുണ്ട്, ചിരിച്ചാരും ലോകത്തിൽ നേരെയായിട്ടില്ല. കരഞ്ഞവരാ നേരെയായിരിക്കുന്നത്. ദുഃഖം വരുമ്പോഴാണ് നാം ആത്മാവോട് അടുക്കുന്നത്. സുഖം വരുമ്പോഴോ അകന്നു പോവുക. നിങ്ങൾക്ക് നല്ല സുഖം തോന്നിയാൽ എന്ത് ചെയ്യും? നമുക്കൊരു പാർട്ടി നടക്കുക, വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിക്കുക, ഭംഗിയായിട്ട് കൊടുക്കാനായി, ലഹളയായി, അകത്തേക്ക് പോവില്ല. ദുഃഖം വരുമ്പോഴാണ് ഉള്ളിലേക്ക് പോകുന്നത്. അതാണ് പ്രകൃതി നമുക്ക് ദുഃഖം തരുന്നത്. ദുഃഖം തന്നാലേ അന്തർമുഖമാവുള്ളൂ മനസ്സ്, അന്തരാത്മാവിൻ്റെ ഡയറക്ഷനിൽ, ദിശയിൽ പോകുള്ളൂ. സുഖം വരുമ്പോഴോ ചിരിച്ച് എല്ലാവരെയും കണ്ട് കഴിഞ്ഞുകൂടും. ആലോചന വേണോ? വിചാരം വേണോ? ഉദ്ഗതി വേണോ? ഉന്നമനം വേണോ? നമുക്ക് ഉള്ളിലേക്ക് പോകണം. യോഗം എന്ന് പറയുന്നത് ഒരു തത്വസിദ്ധാന്തമാണല്ലോ. ആ സിദ്ധാന്തത്തെ കർമ്മത്തോടും കർമ്മവൃത്തിയോടും കൂടി യോജിപ്പിച്ച് പറയുകയാണ്. അതാണ് കർമ്മയോഗം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ യോഗബുദ്ധിയെ നല്ല പോലെ പ്രതിഷ്ഠിക്കണം. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കർമ്മം മുഴുവൻ യോഗമാവുന്നത്. കർമ്മത്തിനല്ല മാറ്റം, ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഭാവത്തിലും ലക്ഷ്യത്തിലുമാണ് മാറ്റം. ഈ മനോഭാവവും ലക്ഷ്യവും എവിടെയാ? മനസ്സിലും ബുദ്ധിയിലും. അപ്പം മനസ്സിലും ബുദ്ധിയിലുമാണ് എപ്പോഴും യോഗം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ നാം അലിയിച്ചങ്ങോട്ട് ചേർക്കേണ്ടത്. അപ്പം അതാണ് ഇവിടെ കർമ്മത്തിന് വളരെ പ്രധാനം. ആ കർമ്മത്തിൻ്റെ പ്രാധാന്യവും അനിവാര്യതയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, പ്രകൃതിയുടെ 3 ഗുണങ്ങൾ സദാ മനുഷ്യനെ നിർബന്ധിച്ചുകൊണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടുമിരിക്കുകയാണ് പ്രവർത്തിക്കാൻ. അപ്പം ആ പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. ആരെങ്കിലും ഒഴിവായാലോ അയാളെ മൂഢൻ എന്ന് പറയേണ്ടി വരും, കാപട്യക്കാരൻ എന്ന് പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കർമ്മം കൃഷ്ണൻ പറയുകയാണ്, യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന. മനുഷ്യലോകത്തിൽ ആരെന്ത് പ്രവർത്തിക്കുമ്പോഴും ആ പ്രവർത്തിക്കുന്ന കാര്യമുണ്ടല്ലോ,
അതിനെ ഒരു യജ്ഞമാക്കി തീർക്കാതെ ഇരുന്നാൽ അത് ആ പ്രവർത്തകനെ ബന്ധിക്കുന്ന പറയണത്. എന്ത് പ്രവൃത്തിയോ ആയിക്കോട്ടെ. അമ്മ കുട്ടിയെ വളർത്തുകയാണെന്നിരിക്കട്ടെ, ഒരാരാധകൻ ഭഗവാനെ ആരാധിക്കണമെന്നിരിക്കട്ടെ, അനവധി യജ്ഞങ്ങളും യാഗങ്ങളും കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, ലോകോപകാര പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. ഇതെന്ത് പ്രവൃത്തിയായാലും മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ നിന്നുള്ള പ്രകടനമാണ്, എക്സ്പ്രഷനാണ് പ്രവൃത്തികളെല്ലാം. അപ്പം പ്രവൃത്തി വെറുതെ ഉണ്ടാവില്ല. ഒരു മെഷീൻ തിരിയണ പോലെയല്ല മനുഷ്യൻ്റെ പ്രവൃത്തി. മനുഷ്യൻ്റെ പ്രവൃത്തി മുഴുവനും മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നുമാണ് തുടങ്ങുന്നത്. അപ്പം എല്ലാ പ്രവൃത്തിക്കും ഊന്നി നിൽക്കാനുണ്ട് മനസ്സ്, ബുദ്ധി. ആ മനസ്സും ബുദ്ധിയും കൂടിയ ഉൾവ്യക്തിത്വത്തിൽ ഉണ്ടാക്കാത്ത ഒരു പ്രവൃത്തിയും ഉണ്ടാവില്ല. എങ്ങനെയാണെങ്കിൽ യജ്ഞമാക്കിയല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, അപ്പം സർവ്വ പ്രവൃത്തികളെയും യജ്ഞമാക്കി തീർക്കണം എന്നാണ് കൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ പ്രവർത്തിക്കണ്ടെന്ന് അദ്ദേഹം പറയണില്ല. അത് അർജുനൻ്റെ കാര്യത്തിൽ നാം അത് പ്രയോഗിക്കുകയാണെങ്കിൽ എന്തായി? ഭയാനകം, കൊടും ക്രൂരം, അങ്ങനെയുള്ള ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. പ്രതിദിനം എത്രയോ ആൾക്കാരുടെ കഴുത്തും കയ്യും തലയും ഒക്കെ മുറിഞ്ഞങ്ങോട്ട് വീഴും. അങ്ങനെ ക്രൂരമായ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ചെയ്യുന്നവർക്ക് ഒരു വിധത്തിലുള്ള പാപപങ്കിലതയും ഇല്ലാതെയിരിക്കണം. അതിനുള്ള വഴിയാണ് യജ്ഞമാക്കി ചെയ്യണം എന്ന് പറയുന്നത്. എന്നാൽ ഇത് യുദ്ധത്തിന് മാത്രമാണോ ബാധകം? അല്ല. നാം ചെയ്യുന്ന സർവ്വപ്രവൃത്തികൾ, കൈകാലനക്കി, വായനക്കി, കണ്ണും മൂക്കും അനക്കി, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് ഏത് തരത്തിൽ എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അത് മുഴുവനും യജ്ഞമാക്കി ചെയ്യണം. അപ്പം പ്രവൃത്തികളെ യജ്ഞമാക്കുന്നത് എങ്ങനെ എന്നാണ് നമുക്കിവിടെ ചിന്തിക്കാനുള്ള വിഷയം. പ്രവൃത്തിയെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താ? എല്ലാവരും നിർബന്ധിതരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയുടെ ഹസ്തങ്ങളാൽ, ബലാൽ എന്നുള്ളത് വളരെ തീർച്ചയായി. ഞാനിത് മലയാളത്തിൽ ചൊല്ലാൻ കേട്ടോളൂ. യജ്ഞമല്ലാതെ ചെയ്യുന്ന കർമ്മം ബന്ധിപ്പുമർത്യനെ, അതിനാൽ ചെയ്യുക യജ്ഞാർത്ഥം സംഘം വിട്ടിഹ സർവവും. യജ്ഞമല്ലാതെ ചെയ്യുന്ന കർമ്മം ബന്ധിപ്പുമർത്യനെ. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ, ഗ്രഹിക്കുന്നുണ്ടോ, എൻ്റെ കൂടെയുണ്ടോ എന്നൊക്കെ. ഇന്ന് കാലത്ത് ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു പുഷ്പസമർപ്പണം എന്നൊരു പരിപാടിയുണ്ട്. കാലത്ത് 6 മുതൽ 6:30 വരെ ഇവിടെ പ്രഭാത കീർത്തനങ്ങളും ഭജനയും ഒക്കെ ആയിട്ട് നടക്കും. എവിടെ നടക്കണോ അവിടെ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങളുടെ സമാധി മന്ദിരം, പ്രാർത്ഥനാ സങ്കേതമാണിത്. അത് കഴിഞ്ഞാൽ ഒരു 7:15 ഈ പുഷ്പസമർപ്പണം പരിപാടി. അത് കഴിഞ്ഞതിന് ശേഷം കണ്ണടച്ച് ഞാനൊരു 10-15 മിനിറ്റോ സംസാരിക്കും. അത് കഴിഞ്ഞ് വരുമ്പോൾ ആ ടെലിഫോൺ ഉണ്ട് എന്ന് പറഞ്ഞു. എറണാകുളത്ത് നിന്ന് ഇന്ദിരയാണ് വിളിക്കണേന്ന് പറഞ്ഞു. സാധാരണ ആ സമയത്ത് വിളിച്ചാൽ സംസാരിക്കാറില്ല. 9 മണിക്കാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്ക് എന്തെങ്കിലും പ്രാതൽ കഴിക്കാൻ പോകണമല്ലോ. എന്തായാലും ടെലിഫോൺ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെടുത്തു, സംസാരിച്ചു. ഇന്ദിര വളരെ ആവേശത്തോടു കൂടി കരയുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. പക്ഷെ അത് സന്താപ കണ്ണീരല്ല, സന്തോഷ കണ്ണീരാണ്. അവർ കുറേ നേരം സംസാരിച്ചു, ഒരു 10-15 മിനിറ്റ്. അവരുടെ സംസാരം എന്താണെന്നറിയോ? അത് മുഴുവൻ എനിക്ക് ആവർത്തിക്കാൻ പറ്റില്ല. സ്വാമിജി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടോ എന്ന്. ആ ഒരു ചോദ്യം സ്വാമിജിയുടെ ആ പ്രവചനത്തെ ഞങ്ങൾക്കോട് വളരെയധികം അടുപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും കേൾക്കണം, ഗ്രഹിക്കണം എന്നുള്ള നിർബന്ധം കൊണ്ടാണല്ലോ ഈ ചോദിക്കുന്നത്. ആ ഒരു ചോദ്യം ഹൃദയത്തിൽ വല്ലാതെ ഒരു സ്വാധീനം, ഒരു സ്പർശം ഉണ്ടാക്കി തീർക്കണം. എനിക്കതിന് മറുപടി പറയാനുള്ളത്, ഞങ്ങൾക്കൊക്കെ എഴുതാൻ പറ്റില്ല, എൻ്റെ കൈയക്ഷരം നല്ലതല്ല, എഴുതി സ്വാമിജിയെ കൊണ്ട് വായിപ്പിച്ച് ബുദ്ധിമുട്ടിക്കണം എന്നുള്ളൊരു അഭിപ്രായമില്ല. എന്നെപ്പോലെ ഞാനല്ല, എത്രയോ ജനങ്ങൾ ഇത് വായിച്ച് ഇത് കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷവും കൃതാർത്ഥതയും ഉണ്ട് എനിക്ക്. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് വന്നാൽ അതിനെക്കുറിച്ച് ആലോചിക്കണു, ചിന്തിക്കണു, അവനവൻ്റെ മനസ്സിനെ പരിശോധിക്കണു, ബുദ്ധിയിലുമുണ്ട്. സ്വാമിജിയുടെ ബ്രഹ്മചാരി സുമേഷ് പറഞ്ഞ പോലെയല്ല, കേൾക്കുന്നുണ്ട്, നല്ലോണം ഗ്രഹിക്കണമുണ്ട്. ബ്രഹ്മചാരിയോട് പ്രത്യേകിച്ചും പറയണം, ഇത് ഞാൻ മാത്രമല്ല, 100 കണക്കിന് 1000 പേര് എന്നെപ്പോലെയുള്ളവരാ. അതുകൊണ്ട് സ്വാമിജി കുറച്ചെങ്കിലും സംശയിക്കരുത്. ഞങ്ങളെല്ലാവരും സ്വാമിജിയോട് എഴുതാൻ ഒരു പക്ഷേ തുനിയുന്നവരാവില്ല. എഴുതുന്ന ഒരു വിഷമം അറിയണം, ഇങ്ങനെ ഒരാൾക്ക് എഴുതാമോ എന്നുള്ള സംശയം, ഇങ്ങനെ പലതും. അതെന്തിനാണാവോ നിങ്ങൾക്ക് എഴുതാൻ സംശയിക്കുന്നത്?
നിങ്ങളോട് വളരെ അടുപ്പത്തിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ആളോട് അടുപ്പത്തിലിരുന്ന് എഴുതാൻ നിങ്ങൾക്ക് എന്തിനാ സംശയം? ഇതാണ് നമുക്ക് ഭഗവാനെയും കിട്ടാൻ്റെ പോണത്. ഭഗവാനെ ആ പട്ടുസാരി അല്ലെങ്കിൽ ഉടുപ്പ് അതൊക്കെ ഉടുത്തു കഴിഞ്ഞ് ആരാധിച്ചാലേ അദ്ദേഹത്തിന് ഇഷ്ടാവുള്ളൂ. നമ്മുടെ ബിംബങ്ങളൊക്കെ നഗ്നമാണ്, കരികല്ലാണ്. അതിലേറ്റവും അധികം ഇഷ്ടം അഭിഷേകം നടത്തുന്നതാണ്. ആ നഗ്നബിംബത്തിന് അഭിഷേകം നടത്തുന്നത് എത്രത്തോളം അടുപ്പമാണ്. ഭഗവാൻ ഒന്നും നമ്മളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നില്ല. അതുപോലെയുള്ള ഒരു സമീപനമാണ് നിങ്ങൾക്ക് ഭഗവാനോട് വേണ്ടത്. തുറന്ന മനസ്ഥിതി. എന്തു പറയണോ പറഞ്ഞോളൂ, ദേഷ്യപ്പെടണോ ദേഷ്യപ്പെട്ടോളൂ, കുറ്റം പറയണോ കുറ്റം പറഞ്ഞോളൂ, മത്സരിക്കണോ മത്സരിച്ചോളൂ, പരിഭവം പറയണോ അതും ആയിക്കോട്ടെ. എന്തായാലും ഭഗവാനോട് അടുപ്പവും ആഭിമുഖ്യവും വേണം. അതാണ് ആവശ്യം. അപ്പം നിങ്ങൾക്ക് സ്വാമിജിക്ക് എഴുതാമോ എന്നുള്ള സംശയത്തിന് ഒരു പ്രസക്തിയുമില്ല. ആർക്കും എന്തും എഴുതാം. അല്പാക്ഷരങ്ങളിലുള്ള എഴുത്ത് വരുന്നുണ്ട്. ഇവിടെ പേജുകൾ നീണ്ടുപോകുന്ന എഴുത്തുകൾ വരുന്നുണ്ട്. നല്ല പോലെ എഴുതുന്നവരുണ്ട്, ഒരു തരത്തിൽ അങ്ങനെ അല്ലാതെ എഴുതുന്നവരുമുണ്ട്. എല്ലാ എഴുത്തുകളും വായിക്കും. ഒരാൾ എഴുതിയിരിക്കുക ഇത് ആരെങ്കിലും ആശ്രമത്തിലുള്ളവർ വായിച്ചു കേൾപ്പിക്കുമെന്ന്. ആരെങ്കിലും ഒന്നുമല്ല, വായിക്കാറുണ്ട്, കണ്ണുണ്ടല്ലോ എനിക്ക്. ആ എഴുത്തിൻ്റെ ഉദ്ദേശം അത് വായിച്ചും കേട്ടും മനസ്സിലാക്കിയിട്ടാണല്ലോ നിങ്ങൾക്ക് മറുപടി അയക്കണത്. ആ എഴുത്തിൽ മുമ്പിൽ വെച്ച് എൻ്റെ എഴുത്തുകളിലെല്ലാം പറയും, നിങ്ങളുടെ ഇത്രാം തീയതി വന്ന എഴുത്ത് ഞാനിതാ മുൻപിലുള്ളത് വീണ്ടും വായിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എഴുത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഒരിക്കൽ വായിച്ചാൽ ആ സമയത്ത് തന്നെ മറുപടി അയക്കാൻ പറ്റിയെന്ന് വരില്ല. മറുപടി അയക്കുന്നത് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ടാവും. അങ്ങനെ വരുമ്പോൾ വീണ്ടും വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മറുപടി അയക്കാറുള്ളത്. അപ്പോൾ എന്നാ നിങ്ങൾ മനസ്സിലാക്കണത്? എന്നിട്ട് ഇന്ദിര കുറേ സംസാരിച്ചു. അവർ പറഞ്ഞത് ഇതായിരുന്നു, സ്വാമിജി സംശയിക്കരുത് കേട്ടോ, ഞങ്ങളെല്ലാവരും നല്ലോണം കേൾക്കുന്നുണ്ട്. ഇതിനു മുൻപും ഞങ്ങൾ ഭഗവത്ഗീത കേട്ടിട്ടുണ്ട്. അതുപോലെയൊന്നുമല്ല, സ്വാമിജിക്ക് ധാരാളം സമയമെടുത്ത് ഓരോരോ പ്രത്യവും എത്ര നന്നായിട്ടാണ് പറയുന്നത്. ഇതുപോലെ ഒരു വിവരണം പല ഭാഗത്തു നിന്നും ശാസ്ത്രങ്ങളെടുത്ത് കോട്ട് ചെയ്ത് ഉദ്ധരിച്ച് ഇടത്തും വലത്തും മുകളിലേക്കും താഴത്തും ഉള്ളിലും പുറത്തുമൊക്കെ ചെന്ന് ഇങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് എളുപ്പമുള്ള കാര്യമല്ല. സ്വാമിജിക്ക് ആരോഗ്യമുണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് നിർത്തി. എന്തിനാ ഞാനിപ്പോൾ ഇത് പറഞ്ഞത്? നിങ്ങളോട് ഞാൻ ചോദിക്കുന്നതിന് ഒരു പ്രസക്തി ഉണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ, സാധാരണ വക്കീൽമാർ കോടതിയിൽ ആർഗ്യൂ ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്രധാനമായിട്ടൊരു പോയിന്റ് എതിർഭാഗത്തുനിന്ന് വന്നാൽ അവർ പറയും, പ്ലീസ് നോട്ട് ദിസ് പോയിന്റ് എന്ന് പറയാറുണ്ടത്രേ. അപ്പം ആരും അത് വിട്ടുപോകരുത്, അത്ര പ്രധാനമാണെന്ന്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് കേൾക്കുന്നവർക്ക് കഷ്ടം വരുമോ, അവർ വിട്ടുപോവോ എന്ന്. അതിന് ഞങ്ങൾ ഓടി വന്ന് നിങ്ങളെ ഒന്ന് തട്ടി ഉണർത്തി പറയാൻ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ ശബ്ദം കൊണ്ട് ക്യാമറയിലേക്ക് നോക്കി, ക്യാമറയിലാണ് ആ ദൗത്യം. എന്ത്? ഞാൻ ഈ പറയണത് എല്ലാവരുടെ ഹൃദയത്തിലും തട്ടി അവർ നല്ല ശ്രദ്ധയിലിരിക്കണം എന്ന്. ക്യാമറയോടാണ് ഞാനിത് പറയണത്. അപ്പോൾ ഇവിടെ ഞാൻ അതുപോലെ പറയണു, നിങ്ങളിത് വളരെ ശ്രദ്ധിക്കണം. കർമ്മം എന്ന് പറയുന്നതിനെ യജ്ഞമാക്കി ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നിർദ്ദേശം. ഈ ഭഗവത്ഗീതയുടെ അനന്യത അതാണ്, അപൂർവത അതാണ്, വിശേഷം അതാണ്. കർമ്മം എന്നുള്ള രണ്ടക്ഷരത്തിനെ എടുത്തുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്. ആ കർമ്മത്തിന് എത്രത്തോളം വ്യാപ്തിയുണ്ട്, അതിൻ്റെ ലക്ഷ്യമെന്ത്, അത് ചെയ്യുമ്പോൾ മനോഭാവം എന്താവണം. ആ ഒരൊറ്റ മനോഭാവത്തോടു കൂടി, യോഗ മനോഭാവത്തോടു കൂടി ആ കർമ്മം ഈ ലോകത്തിന് മുഴുവനും ഉൾക്കൊള്ളുന്നു എന്നാണ് പറയുന്നത്. അതെങ്ങനെയെന്ന് ഗീത ഒരു സിദ്ധാന്തമാണ്. ഒരു ഭാഗത്ത് ഇതൊരു സാധനാ പുസ്തകമാണെന്ന് പറയും. സാധന എന്ന് പറഞ്ഞാൽ ഗീതയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തും നമുക്ക് നിത്യജീവിതത്തിൽ മനസ്സിലും ബുദ്ധിയിലും പ്രാവർത്തികമാക്കി നമ്മുടെ പ്രവൃത്തികളെയും ജീവിതത്തെയും അലങ്കരിച്ച് ധന്യമാക്കി സാഫല്യത്തിലേക്ക് നയിക്കുമാറാക്കി തീർക്കാം. അതാണ് സാധന. വായിച്ച് മറക്കേണ്ട ഒരു പുസ്തകമല്ല, വായിച്ച് അനുവർത്തനം അനുസന്ധാനം ചെയ്യേണ്ടതാണത്. പിന്നെ ഒന്നോ, ഗീതയിൽ വെറുതെ അങ്ങനെ പറയുന്നില്ല അദ്ദേഹം. എന്ത് പറഞ്ഞാലും ആ പറഞ്ഞത് തത്വം, മൂല്യം, സിദ്ധാന്തം, ഈ 3 വാക്കുകൾക്ക് വിധേയമാക്കിയിട്ടേ പറയുള്ളൂ. ഇപ്പം കർമ്മം യജ്ഞമാവണമെന്ന് പറഞ്ഞാൽ എന്തിന് യജ്ഞമാവണം, എങ്ങനെ യജ്ഞമാകും, യജ്ഞമാക്കാൻ വേണ്ടിയിട്ട് എന്തു വേണം, ഇതൊക്കെ വിവരിക്കുന്നതാണ്. യജ്ഞമല്ലാതെ ചെയ്യുന്ന കർമ്മം ബന്ധിപ്പുമർത്യനെ. നിങ്ങൾ യജ്ഞമല്ലാതെ എന്ത് ചെയ്താലും കർമ്മം നിങ്ങളെ ബന്ധിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അരമണിക്കൂർ കാലത്ത് പൂജ ചെയ്തു, 1 മണിക്കൂറോ അരമണിക്കൂറോ ഭാഗവതം വായിച്ചു, ഭഗവത്ഗീത വായിച്ചു, സഹസ്രനാമം ചൊല്ലി, എത്ര നേരം? അരമണിക്കൂർ ചൊല്ലി. അതുകൊണ്ട് 23.5 മണിക്കൂറിലത്തെ ജീവിതം യജ്ഞമായി തീരുമോ? തീയില്ല. ചെയ്യുന്ന പ്രവൃത്തി എല്ലാം യജ്ഞമാക്കണം എന്നാണ് പറയണത്. അപ്പം നിങ്ങൾ എന്ത് വേണം? പ്രേക്ഷകരെ ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്ത് മനോഭാവം ഉൾക്കൊണ്ടാലാണോ
എന്ത് ലക്ഷ്യം പുലർത്തിയാലാണോ നാം ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനും യജ്ഞമായി തീരുക. അപ്പം എന്തെങ്കിലും ഒരു മനോഭാവമോ ഒരു ലക്ഷ്യമോ നിങ്ങൾക്ക് വേണം. ആ ഭാവത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും ഉള്ളിൽ താൻ ചെയ്യുന്ന സർവ്വ പ്രവൃത്തികളെയും കൊണ്ടുവരണം. നമുക്ക് പ്രവൃത്തികൾ എത്ര തരമുണ്ട്? നമ്മുടെ ശരീര നിർവഹണം, അതിനു വേണ്ടിയിട്ട് പ്രവൃത്തികളുണ്ട്. എന്തൊക്കെയാ? പല്ല് തേക്കുക, കുളിക്കുക, പുതിയ വസ്ത്രം ധരിക്കുക, പ്രാതൽ കഴിക്കുക, മലമൂത്ര വിസർജനങ്ങൾ, പ്രകൃതിയുടെ ആഹ്വാനങ്ങളെ നമ്മൾ അനുസരിക്കുക എന്ന് തുടങ്ങി ശരീരത്തിന് വേണ്ട പ്രവൃത്തികൾ പലതും ഉണ്ട്. ഒരു ദിവസം 1-2 മണിക്കൂർ നേരം നമുക്കിതിന് പോവും. അതെന്തിനാന്ന് ചോദിച്ചാൽ താൻ മാത്രമായി തൻ്റെ ശരീരത്തിന് ഭക്ഷണമായിട്ടോ സ്നാന ശൗചാദികളോ ഇതൊക്കെ നിർവഹിക്കാനാണ് ഈ സമയം പോകുന്നത്. ശരീരത്തിന് മാത്രമുള്ളൊരു പ്രവൃത്തിയാണ്. പിന്നെ നമുക്ക് വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടി ഗൃഹവൃത്തികളുണ്ടാവും, ഉദ്യോഗമുള്ളവർക്ക് ഔദ്യോഗിക വൃത്തികളുണ്ടാവും, പിന്നെ സമാജത്തോട് ബന്ധപ്പെട്ട് സമാജീയമായിരിക്കുന്ന പ്രവൃത്തികളുണ്ടാവും. ഇനി അതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് മതപ്രവൃത്തികളോ ധാർമ്മിക പ്രവൃത്തികളോ വരുന്നത്, സാമൂഹ്യ പ്രവൃത്തികൾ. അപ്പം ഇഹലോകത്തോടും പരലോകത്തോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയം, സമാജീയം, രാഷ്ട്രീയം, സാർവജനീനമായ യൂണിവേഴ്സൽ, ഇങ്ങനെ ചില പ്രവൃത്തികളൊക്കെയാണ് നമുക്കുള്ളത്. അതാണ് ഈ പഞ്ചമഹായജ്ഞങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പ്രകൃതിയോട് നമുക്കുള്ള കൂറും കടപ്പാടും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതും പെടുമതിൽ. ഈ പ്രവൃത്തികളെ മുഴുവനും യജ്ഞമാക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ കുളിക്കുന്നുണ്ടെങ്കിൽ അതും യജ്ഞാർത്ഥം കുളിക്കൂ. ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ യജ്ഞാർത്ഥം ഭക്ഷണം കഴിക്കൂ. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് എന്താ? സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഭഗവാന് വേണ്ടി നൈവേദിക്കാൻ കൊണ്ടുവച്ച് അതിങ്ങനെ ഭഗവാൻ ഊട്ടിക്കൊടുക്കും. ഇതാണല്ലോ നിങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ഊട്ടുന്നത് മാത്രമല്ല യജ്ഞം എന്നാ കൃഷ്ണൻ പറയുന്നത്. യജ്ഞശബ്ദത്തെ എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പുണ്യകർമ്മമോ ഒരു ഭക്തികർമ്മമോ ചെയ്യുന്നത് മാത്രമല്ല യജ്ഞം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനും യജ്ഞമാകണം. അങ്ങനെ ആയില്ലെങ്കിൽ എന്ത് പ്രവൃത്തിയും നിങ്ങളെ ബന്ധിക്കും ബന്ധിക്കും ബന്ധിക്കും. എന്താ ഈ ബന്ധനം? മനസ്സിൽ കറ വരും, ബുദ്ധിക്ക് ഇളക്കം തട്ടും, അഹങ്കാരം കൊഴുക്കും. നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനുമാണ് ഈ കുഴപ്പം മുഴുവനും. അങ്ങനെ നിങ്ങളെ ബന്ധിക്കും. നമ്മളെ ബന്ധിക്കുന്നത് പുറത്തൊരു ഘടകമല്ല, മനസ്സിൻ്റെ ചങ്ങലയാണ്, ബുദ്ധിയുടെ ചങ്ങലയാണ്, അഹങ്കാരത്തിൻ്റെ ചങ്ങലയാണ്. ആ ചങ്ങല ചെമ്പാവാം, പിച്ചളയാവാം, പ്ലാസ്റ്റിക് ആവാം, സ്വർണ്ണമാവാം, പ്ലാറ്റിനം ആവാം. ഇതൊക്കെ ചങ്ങല തന്നെയാണ്. സ്വർണം കൊണ്ടൊരു ചങ്ങല ഉണ്ടാക്കി നമ്മളെ കെട്ടിയാൽ സ്വർണ്ണമാണെന്ന് പറഞ്ഞ് അതിന് വില കൂടുമോ? ബാക്കിയുള്ളവർക്ക് വില കൂടും. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ചങ്ങല തന്നെയാണ്. ഇനി ചരട് കൊണ്ട് വരിഞ്ഞു കെട്ടിയാലോ അതും ചങ്ങല തന്നെയാണ്. അപ്പം സ്വർണ്ണച്ചങ്ങല അതാണ് പുണ്യച്ചങ്ങല, ചെമ്പ് ചങ്ങലയാണ് പാപച്ചങ്ങല, ഇത് രണ്ടും കലർന്നതാണ് വെള്ളിച്ചങ്ങല. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും ബന്ധിക്കപ്പെടും. അപ്പം യജ്ഞമല്ലാതെ ചെയ്യുന്ന കർമ്മം ബന്ധിപ്പുമർത്യനെ. മനുഷ്യനാണോ ആ ആളെ ബന്ധിക്കും. അതുകൊണ്ട് എന്തു വേണം? അതിനാൽ ചെയ്യുക യജ്ഞാർത്ഥം സംഘം വിട്ടിഹ സർവവും. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? ചെയ്യുന്ന പ്രവൃത്തിയെ മുഴുവനും യജ്ഞമാക്കി തീർക്കണം. അതിനെന്താ ഫോമുല? അതിനെന്താണ് സിദ്ധാന്തം? സംഘം വിട്ടിഹ സർവവും. എന്ത് ചെയ്യുന്നുണ്ടോ അതിൽ മനസ്സുകൊണ്ടുള്ള താതാത്മ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? മോഹജമായിരിക്കുന്ന ഒരൊട്ടൽ അതിലുണ്ടാവരുത്. എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ നോക്കിക്കോളൂ. മനസ്സിൻ്റെ ഭാവത്തെ സ്ഥിരം നിങ്ങൾ പരിശോധിക്കണം. ഒരു കുട്ടി നമുക്കുണ്ടായി, ആ കുട്ടിയെ വളർത്തുന്ന സമയത്ത് ഇത് എൻ്റെ കുട്ടിയാണ്, അവൻ വളർന്ന് നന്നായിട്ട് വേണം എനിക്ക് ചാവുന്ന കാലത്ത് വെള്ളമൊഴിക്കാൻ വായിൽ എന്നൊന്നും വിചാരിച്ച് കുട്ടിയെ വളർത്തരുത്. ലോകത്തിൽ പ്രജകൾ ഉണ്ടാവണം. ആ പ്രജകൾ ഉണ്ടാവാൻ ദാമ്പത്യ ജീവിതം നയിച്ച് അതിൽ ഭാര്യ ഗർഭവതിയായി വയറ്റിൻ്റെ ഉള്ളിൽ ഗർഭം മൂത്ത് പ്രസവിക്കുക, അങ്ങനെ കുട്ടികൾ വളരുക. ഇത് നമുക്ക് മാത്രമല്ല, എല്ലാ ജീവികളിലും ഉണ്ട്. ആ കുട്ടികൾ അങ്ങനെ ഉണ്ടാവണം. ആ ഉണ്ടായ കുട്ടിയെ അച്ഛനമ്മമാരല്ലാതെ പിന്നെ ആരാ വളർത്തുക? അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഞങ്ങൾ ഈ പിതൃദൗത്യം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് മേടിക്കുന്നവർ അങ്ങനെയുണ്ടല്ലോ, അഡോപ്റ്റ് ചെയ്യൽ. ആ കുട്ടിയെ നോക്കണം എന്നുള്ളതാണ് അവിടെ ആവശ്യം. ഏത് കുട്ടിയും ഇവിടെ വളരണം. ഒരു 21 വയസ്സ് വരെ പ്രായപൂർത്തി വരില്ല. ആ പ്രായപൂർത്തി വരുന്നവരെ ആ കുട്ടിയെ അനാവശ്യമായിട്ട് ജോലി ചെയ്യിപ്പിക്കാതെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ, പോഷകങ്ങളെല്ലാം കൊടുത്ത് നോക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. ആ ചുമതലയാണ് നിങ്ങൾ നിർവഹിക്കുന്നത്. ആ കുട്ടിയുടെ വളർച്ച ആവശ്യമാണ്. അത് ഏത് വീട്ടിൽ ജനിച്ചോ ആ ഹസ്തങ്ങളിലല്ലേ അത് വളരുള്ളൂ. അങ്ങനെ വളർത്തുന്നു, അത് എൻ്റെ കുട്ടിയായത് കൊണ്ട് ഞാൻ വളർത്തുന്നു, എന്നിട്ട് എനിക്ക് ഇത് വേണം അത് വേണം, ഇങ്ങനെയുള്ള ആലോചനയൊന്നും നിങ്ങൾക്ക് പാടില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ഒരു ഉദ്യോഗം ഭരിക്കണു, എന്തിനാ?
എന്നോട് പറയും ഉദ്യോഗം ഭരിക്കണു ശമ്പളത്തിനെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമാണ്. ഈ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗം. നിങ്ങളുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടെന്ന് വിചാരിക്കുക, ശമ്പളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആരും ഉദ്യോഗം ചെയ്യില്ലേ ഇവിടെ? അപ്പോൾ ടൈം പാസ് ചെയ്യാനാണ് എന്ന് പറയും. എന്താ ഈ ടൈം പാസ് ചെയ്യൽ? അതിലും വലിയൊരു മനോഭാവം നിങ്ങൾക്ക് പ്രവൃത്തിയെക്കുറിച്ച് ആയിക്കൂടെ? എന്ത് മനോഭാവമാണ് ഉണ്ടാകേണ്ടത് എന്നാണ് കൃഷ്ണൻ ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. സ്ഥിതപ്രജ്ഞ പ്രകരണം എന്നൊന്ന് പറഞ്ഞ് 18 ശ്ലോകങ്ങൾ ഞാൻ പറയുണ്ടായി. അതേമാതിരി ഇവിടെ കർമ്മം എന്തിന് ആവശ്യമാകുന്നു? ചെയ്യുന്ന കർമ്മം കൊണ്ട് എന്തെല്ലാം ഫലങ്ങളാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത്? ആത്യന്തിക ഫലം എന്ത്? സിദ്ധി എന്ത്? അതിന് ഭൗതികമായ അർത്ഥം മാത്രമേ ഉള്ളൂ, അതോ ആധ്യാത്മികമായ ഒരു ദൗത്യവും കർമ്മങ്ങൾക്കുണ്ടോ? ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രവൃത്തിയും നിങ്ങൾ ചെയ്യൂ, അതിനെ യജ്ഞമാക്കി ചെയ്യൂ. യജ്ഞമാക്കാൻ എന്തു വേണം എന്ന് ചോദിച്ചാൽ ഒരു പുതിയ മരുന്നൊന്നും മേടിച്ചുകൊണ്ട് വരണ്ട. സംഘം വെട്ടിഹ സർവവും. നമ്മുടെ മനസ്സിൽ ഭ്രമവും മോഹവും വരുത്തി തീർക്കുന്ന ഒട്ടലുണ്ടല്ലോ, ആ ഒട്ടൽ വിട്ടു പ്രവർത്തിക്കുക. ഇത് സാധിക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സാധിക്കും, സാധിക്കണം, സാധിപ്പിക്കണം. അതിനാണ് ഈ തത്വോപദേശം കൃഷ്ണൻ ചെയ്യുന്നത്. കൃഷ്ണന്റെ തത്വോപദേശം എന്തിനു വേണ്ടിയിട്ടാ? അർജുനന്റെ മനസ്സിൽ പ്രവേശിച്ച് ബുദ്ധിയിലൂടെ ആശയത്തെളിച്ചമുണ്ടാക്കി ആ ആശയത്തെളിച്ചത്തിൻ്റെ പൂർണ്ണമായ സ്വാധീനം മനസ്സിൽ ഉദിക്കുമ്പോൾ സംഘം പോയി, യജ്ഞമായി, സർവപ്രവൃത്തികളും പുണ്യപൂർണമായി. ഈ മാറ്റം മുഴുവനും വരുന്നത് ആന്തര വ്യക്തിത്വത്തിലാണ്, ഉൾവ്യക്തിത്വത്തിലാണ്. ആ ഉൾവ്യക്തിത്വം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന 3 ഘടകമേ ഉള്ളൂ അവിടെ. മനസ്സിലും ബുദ്ധിയിലും ശരിയായ ഒരു വിലമതിപ്പില്ലാത്തതിൻ്റെ പേരിൽ തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും ആലോചിച്ച് നോക്കി കാര്യങ്ങൾ വേണ്ടതുപോലെ വിലയിരുത്തി ഗ്രഹിക്കുമ്പോഴാണ് ഈ സംഘം പോവുക. അല്ലെങ്കിൽ ജന്മസിദ്ധമായി നമുക്ക് എല്ലാവർക്കും സംഘമുണ്ട്. ആ സംഘം മോഹാന്ധമായിരിക്കുന്ന ചേർച്ച എന്ന് വേണമെങ്കിൽ അതിന് പറയാം. ഒരു സംഗതിയോട് കൂടി ചേരുക. ഒരു കുട്ടിയുണ്ടായി അതിലിപ്പോൾ എന്താ? എത്രയോ കുട്ടികൾ എത്രയോ സ്ഥലങ്ങളുണ്ടാവണം. അത് വിട്ട് എൻ്റെ കുട്ടി, അതാണ് സംഘം. ഒരു ജനറലായിട്ടുള്ള ഒരു ധാരണ, പൊതുവെയുള്ള ഒരു ധാരണ, ഒന്നിനെ ബാക്കി പലതിനോടും കൂടി താരതമ്യപ്പെടുത്തി സാർവത്രികമായ ഒരു വീക്ഷണം, സഹജമായ ഒരു വീക്ഷണം, അങ്ങനെയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് വിട്ടുണ്ടാവുന്നതാണ് സംഘം. ഇപ്പോൾ സീതയ്ക്ക് പൊന്മാനെ കണ്ടപ്പോൾ ഒരു സംഘം ജനിച്ചു മനസ്സിൽ. ആ സംഘത്തോട് രാമനും ഉണ്ടായി സംഘം. എന്നിട്ടോ 10-15 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഈ രാവണൻ തട്ടിക്കൊണ്ടുപോയത്. ഈ സംഘം എന്ന് പറഞ്ഞാൽ അത് വലിയ അനർത്ഥകരമാണ്. അപ്പോൾ അതിനാൽ ചെയ്യുക യജ്ഞാർത്ഥം സംഘം വിട്ടിഹ സർവവും. നിസ്സംഗം ചെയ്യുമേതെങ്ങും യജ്ഞമായി തീർന്നു ലോകത്തിൽ. വൃഷ്ടി അന്ന സമൃദ്ധിക്കായി ഉതകുന്നുണ്ടു സർവഥ. നിസ്സംഗം ചെയ്യുന്നത് ഏതും എങ്ങും. നിസ്സംഗം, സംഘമില്ലാതെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തിയെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പുണ്യകർമ്മത്തിൽ സംഘമില്ലാതെ ചെയ്യുക, പാപകർമ്മം അങ്ങനെയുള്ളതില്ല. പാപകർമ്മമായാലും പുണ്യകർമ്മമായാലും എല്ലാ കർമ്മവും കർത്താവ് നിങ്ങളല്ലേ. നമ്മുടെ വായിൽ നിന്നല്ലേ നല്ല വാക്കും പൊട്ടവാക്കും വരുന്നത്? നമ്മുടെ മനസ്സിൽ നിന്നല്ലേ നല്ല ചിന്തയും അല്ലാത്ത ചിന്തയും വരുന്നത്? ബുദ്ധിയിൽ നിന്നല്ലേ നല്ല യുക്തിയും കുയുക്തിയും വരുന്നത്? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കർത്തൃത്വം ഉണ്ടല്ലോ, അവിടെയാണ് ഈ പരിഷ്കാരമോ ശുദ്ധിയോ വരേണ്ടത്. അവിടെ നിസ്സംഗം ചെയ്യുമേതെങ്ങും, നിസ്സംഗമായി എവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ, അത് വീട്ടുകർമ്മമാകട്ടെ, ഉദ്യോഗകർമ്മമാവട്ടെ, സമാജകർമ്മമാവട്ടെ, ദൈവകർമ്മമാകട്ടെ, ലൗകിക കർമ്മമാകട്ടെ, എന്ത് കർമ്മമായാലും നിസ്സംഗമായി ചെയ്യുമ്പോൾ യജ്ഞമായി തീർന്നു ലോകത്തിൽ. അത് യജ്ഞമായി അങ്ങോട്ട് തീരും. നിങ്ങളുടെ പ്രവൃത്തി എന്തോ ആവട്ടെ, പല്ല് തേച്ച് കുളിക്കുന്നതാവട്ടെ, സംഘബുദ്ധിയില്ലാതെ ചെയ്താൽ അത് യജ്ഞമായി. ഊണ് കഴിക്കണത് സംഘബുദ്ധിയില്ലാതെ, വിശക്കണു എൻ്റെ ശരീരത്തിന്, ആ ശരീരത്തിന് വേറെ ആരും ഭക്ഷണം കൊടുക്കാനില്ല, ഞാൻ തന്നെ എൻ്റെ ശരീരത്തിലുള്ള വായിലൂടെ കൈ ഉപയോഗിച്ച് ഭക്ഷണം ആമാശയത്തിൽ എത്തിച്ചാലേ അത് ദഹിച്ച് രക്തമാകൂ. അതുകൊണ്ടാണ് ഞാൻ ഊണ് കഴിക്കുന്നത്. അപ്പോൾ ഊണ് കഴിക്കുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. നിങ്ങൾ വിചാരിക്കും ഇഷ്ടമാണെന്ന്. എന്ത് ഇഷ്ടമാണ് ഊണ് കഴിക്കുന്നതിലുള്ളത്? എന്ത് ഇഷ്ടമാണ് നമുക്ക് ഊണ് കഴിക്കുന്നതിലുള്ളത്? എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രുചിക്കേടാണ്, അതുകൊണ്ട് ഊണ് കഴിക്കുന്നത് വലിയൊരു വിഷമമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആശ്രമത്തിൽ പറയും, അതെ
ഊണ് കഴിക്കുക, നല്ല വിശപ്പുണ്ട്, സന്തോഷമായിട്ട് സുഖമായിട്ട് ഊണ് കഴിക്കുന്ന ആ ദിവസങ്ങൾ പോയി എന്നാണ് തോന്നണതെന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. എന്താ എൻ്റെ ശരീരത്തിന് ഭക്ഷണം വേണം, എന്തോ കാരണത്താൽ രുചി അങ്ങോട്ട് തോന്നണില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പക്ഷേ ശരീരത്തിൻ്റെ കേടാകാം, നാവിൻ്റെ പോരായിയാവാം. അപ്പം എന്ത് പ്രവൃത്തിയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ രുചിയോടുകൂടി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി ഞാനല്ലാതെ വേറൊരാൾ ഊണ് കഴിക്കില്ലല്ലോ. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി ഊണ് കഴിച്ചാൽ മതിയാവുന്നുണ്ടെങ്കിൽ ഞാൻ ആ ദൗത്യം ഒപ്പിട്ടിട്ട് അങ്ങോട്ട് തരാം, നിങ്ങൾ എനിക്ക് വേണ്ടി ഭക്ഷണം കഴിച്ചോളൂ എന്ന്. ഇപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, എനിക്ക് വിഷമിക്കണ്ടല്ലോ. അങ്ങനെ ആരും ആ ദൗത്യം ഏറ്റെടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ 2 or 3 നേരം ചെന്ന് ഇരുന്ന് കൈയും വായും ഒക്കെ ആയിട്ട് കഴിക്കുന്നത് ഭക്ഷണം, ഇഷ്ടമില്ലെങ്കിൽ പോലും. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും യജ്ഞമാക്കണം. അങ്ങനെ നിസ്സംഗം ചെയ്യുമേതെങ്ങും യജ്ഞമായി തീർന്നു. ലോകത്തിൽ എന്തായിത്തീരുന്നു? വൃഷ്ടി അന്ന സമൃദ്ധിക്കായി ഉതകുന്നുണ്ട് സർവഥ. ആ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് എന്തൊക്കെ ഉണ്ടാവണമെന്നാ പറയണേ കൃഷ്ണൻ? വൃഷ്ടി, മഴ, അന്നം, സർവ്വ സാധനവും ഈ ലോകത്തിൽ ഉണ്ടാവണമെന്ന്. എന്തുകൊണ്ട് മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന കർമ്മങ്ങളെ യജ്ഞമാക്കി തീർത്താൽ ആ യജ്ഞം എന്ന് പറയുന്ന ആ പരിണാമമുണ്ടല്ലോ, ആ സമ്പന്നത, ആ ഉൾധന്യത, ആ ധന്യത വലിയ ഒരു സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റായി ഈ ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കണു. മഴയും അന്നസമൃദ്ധിയും ഉണ്ടാക്കിയത് ഇതൊരു വലിയ പ്രസ്താവനയാകട്ടോ. ഗീതാശ്ലോകങ്ങൾ എടുത്ത് വിവരിക്കാമത്. നിങ്ങൾ നല്ലപോലെ കേൾക്കണം, നല്ലപോലെ മനസ്സിലാക്കണം. എന്താ അവിടെ പറയുന്നത്? കർമ്മത്തെ മുഴുവനും യജ്ഞമാക്കി തീർക്കണം, അല്ലെങ്കിൽ കർമ്മം ബന്ധിക്കും എന്നുള്ളത് ഒരു ദൂഷ്യമാണ്. അപ്പൊ ബന്ധിക്കും എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും ബന്ധനം ഇഷ്ടപ്പെടില്ല, എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ യജ്ഞമാക്കി ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ബന്ധിക്കും എന്ന് പറയുമ്പോൾ ഒരു പേടിയും ഒരു തിരിച്ചറിവുമായി. അപ്പോൾ യജ്ഞമാക്കി ചെയ്യണം എന്ന് തോന്നും. ഈ യജ്ഞം ചെയ്യാനുള്ള ഒരു ശാസന കൃഷ്ണൻ ആദ്യമായി പുറപ്പെടുവിക്കുന്നതല്ല. അദ്ദേഹം പറയുന്നു, പ്രപഞ്ചം തുടങ്ങിയ കാലം മുതൽക്ക് ബ്രഹ്മാവ് മനുഷ്യരിൽ നിയോഗിച്ചിട്ടുള്ള ഒരു നിർബന്ധമാണ് യജ്ഞം എന്ന്. ഇത് ഞാൻ ആദ്യമായി അർജുനനോട് പറയണതല്ല. ആദ്യമേ മുതൽക്ക് ഈ യജ്ഞം എന്ന് പറയുന്ന ഒരു സങ്കല്പവും മനുഷ്യർക്ക് അത് ഒഴിച്ചുകൂടാത്തതാണ് എന്നുള്ള ഒരു ശാസനയും എല്ലാം ബ്രഹ്മാവിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പം അതിന് മീതെ ഒരു വാക്കില്ലല്ലോ. നോക്കൂ, കൃഷ്ണൻ തൻ്റെ സിദ്ധാന്തത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം ചിന്താഗതികളും അനുബന്ധ സിദ്ധാന്തങ്ങളുമാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിൽ വേദങ്ങൾക്ക് വലിയ ഒരു സ്ഥാനമാണ്. ഭാരതത്തിൻ്റെ ജീവിതം വൈദിക ജീവിതമാണ്. ആ വൈദിക ജീവിതത്തിൽ പെടുന്നതാണ് ഇവിടെയുള്ള എല്ലാ സമ്പത്തുകളും നേട്ടങ്ങളും. നമ്മൾക്കൊരു 5 year പ്ലാൻ ഉണ്ടായിരുന്നു, ഇപ്പം അത് വേണ്ടാന്നാണ് ചർച്ച ചെയ്യണതെന്ന് പറയണ കേട്ടു. ആ 5 year പ്ലാൻ, പഞ്ചവത്സര പദ്ധതി ഉണ്ടല്ലോ, ഈ പഞ്ചവത്സര പദ്ധതി ഇതൊക്കെ ഈ വേദങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ പെടുന്നതാണ്. ഒരു ഭാഗത്ത് ദൈവകർമ്മങ്ങൾ, യജ്ഞയാഗങ്ങളുണ്ട്, മറുഭാഗത്തോ സമാജത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള സർവ്വ പ്രവൃത്തികളും അതിൽപ്പെടും. അങ്ങനെ നമ്മുടെ വേദം മുഴുവനും ദൈവികമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇഷ്ടാപൂർത്തം എന്ന് 2 വാക്കാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അഗ്നിയെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന യജ്ഞയാഗങ്ങളടക്കം എല്ലാ മന്ത്രതന്ത്രപൂർവമുള്ള കർമ്മങ്ങളുമായി. ഒരു ഭാഗത്ത് അത് ചെയ്യുന്നത് പോലെ പൂർത്തം സമാജത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള സർവ്വ പ്രവൃത്തികളും ചെയ്യണം. സമാജത്തിൻ്റെ നന്മ എവിടുന്നാ ഉണ്ടാവുക? സമ്പദ് സമൃദ്ധി ഉണ്ടാവണം, ഉത്പന്നങ്ങൾ ധാരാളം വേണം, നല്ല വിതരണ സമ്പ്രദായം വേണം. കാർഷിക വിളകൾ ഒരു ഭാഗത്ത്, വ്യാവസായിക വിളകൾ വേറൊരു ഭാഗത്ത്, ഇതെല്ലാം സമൃദ്ധമായി. എന്നാലോ നമ്മുടെ മണ്ണിനെ കലുഷിതമാക്കരുത്, വായുവിനെ വിഷം കലർത്തരുത്, വെള്ളത്തിൽ ദൂഷ്യങ്ങളൊന്നും ഉണ്ടാവരുത്, അന്തരീക്ഷത്തിന് വേണ്ടതുപോലെ നിർത്തണം, പച്ചപ്പുതപ്പ് ഭൂമിയിൽ എത്രയും ഉണ്ടാവണം. ഇതൊക്കെ സമാജത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന് വേണ്ടി മറ്റ് ജീവിവർഗങ്ങളെ നശിപ്പിക്കരുത്. നമ്മൾ എല്ലാറ്റിനും വളരാനുള്ളൊരു അവസരം കൊടുക്കണം. എന്തെങ്കിലും മിതമായി നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കുക. അവർ വളരേണ്ട സമയത്ത് അവർക്ക് മുട്ടയിടുക, അങ്ങനെ പലതരം ഉണ്ടല്ലോ, അതൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ വിട്ടുകൊടുക്കണം. നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. വിവേകത്തിന് വിധേയമായല്ലാതെ ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യരുത്.
അതിൽ നമുക്ക് പ്രമാണം കാറ്റ്, വെള്ളം, ഭൂമി, ഇത് മൂന്നും വേണ്ടതുപോലെ പരിരക്ഷിക്കണം, വേണ്ടതുപോലെ പരിരക്ഷിക്കണം. ഞങ്ങളുടെ ആശ്രമം നാരായണാശ്രമ തപോവനം എവിടെയാ? ഐകുന്ന് പാണ്ഡവഗിരി വിശേഷപ്പെട്ട ദേവീക്ഷേത്രം. ദ്രൗപദിക്ക് ഭർത്തൃവിജയവും നെടുമംഗല്യവും അനുഗ്രഹിച്ച ദേവിയാണവിടെ. 5152 കൊല്ലം മുൻപ് നടന്ന അനുഗ്രഹമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴും അതിൻ്റെ ഐതിഹ്യവും ആ മംഗല്യസിദ്ധി പൂജയും ഒക്കെ നടന്നുകൊണ്ട് വരുന്നു. അങ്ങനെ വിശേഷപ്പെട്ട ഒരു പാരമ്പര്യം പേറി നിൽക്കുന്ന ഐകുന്നുണ്ടല്ലോ പാണ്ഡവഗിരി, അതിൻ്റെ ചെരുവിലാണ് നമ്മുടെ ആശ്രമം. ആ ആശ്രമത്തിൽ നിന്ന് ഒരു 200 വാര തെക്കോട്ട് ചെന്നാൽ കോൾപ്പാടങ്ങളായി. ആ കോൾപ്പാടം മറ്റു പല പാടങ്ങൾക്ക് 1000കണക്കിന് ഹെക്ടർ വരുന്ന പാടങ്ങളാണ് അവിടെ. അത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കും വർഷക്കാലത്ത്. എന്താ? ഇരുഭാഗത്തുമുള്ള കുന്നുകളിൽ പെയ്യുന്ന വെള്ളം മുഴുവനും ഒലിച്ചു പോകുന്നത് ഈ പാടങ്ങൾക്കാണ്. ഒരു 10 അടി 15 അടി വരെ വെള്ളം അവിടെ വർഷക്കാലത്ത് കയറും. ഇപ്പം ഇന്ന് പറയുകയാണ്, അടുത്ത കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമസ്വരം എന്ന് പറഞ്ഞ് പുതിയ ഒരു പത്രം തുടങ്ങിയിട്ടുണ്ട്. ചൊവ്വാഴ്ച തോറും വരുന്നു. നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്വരമാണെന്ന്. 6500 വീടുകൾക്ക്, എല്ലാ വീടുകൾക്കും എത്തിക്കുന്ന ഒരു പത്രമാണത്. ആ പത്രത്തിൽ ഈ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അവർ. അപ്പോൾ അതിൻ്റെ നടത്തിപ്പുകാരൊക്കെ ഇവിടെ വന്ന് കാണുന്നുണ്ടായി. ഇങ്ങനെയുള്ള എഴുത്തുകളോ സമ്പ്രദായങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി. പേപ്പർ കണ്ടപ്പോഴും ഇഷ്ടമായി. കളർ പ്രിൻ്റാണ്, നല്ല സ്വരം, നല്ല ഭാഷ ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് അത് നടത്തിക്കുന്ന ആൾ എന്നോട് വന്ന് സംസാരിക്കുകയുണ്ടായി. എന്താ സംസാരിച്ചത്? സ്വാമിജി, തൃശ്ശൂരിൽ നിന്ന് മെട്രോ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് ഒരു കാന കണ്ടില്ലേ? ആ കാനയിൽ കറുത്ത വെള്ളമാണ് ഒലിക്കുന്നത്. ആ വെള്ളം മുഴുവനും വന്നു ചേർന്നത് നമ്മുടെ കോൾപ്പാടത്തിലേക്കാണ്. അപ്പോൾ കോൾപ്പാടത്തിലുള്ള വെള്ളം വരെ, ആ തോട്ടിലുള്ള വെള്ളം വരെ കറുത്തിട്ടുള്ള വെള്ളമാണ്. ഈ പറയുന്നത് ശരിയാണെങ്കിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. ഈ കോൾപ്പാടത്തിൽ നിന്നാണ് പലരും പമ്പ് ചെയ്ത് വെള്ളം എടുക്കുന്നത്. അതിൽ നിന്നാണ് സമീപ പ്രദേശങ്ങളിലുള്ള കിണറ്റിലേക്കൊക്കെ നീരുറവ് വരുന്നത്. ഞങ്ങളും കൂടി പമ്പ് ചെയ്യുന്ന വെള്ളം കോൾപ്പാടത്തിൻ്റെ അടുത്തുനിന്നാണ്. താഴത്തെ ഒരു കിണറുണ്ട്, അവിടുന്ന് പമ്പ് ചെയ്ത് 1500 അടി പൈപ്പായിട്ടിരിക്കണം നീളത്തിൽ. എന്നിട്ട് ഇവിടെ വെള്ളം വരുമ്പോൾ ഒരു 150 അടി 200 അടി 250 അടി വരെ ഞങ്ങൾ പമ്പ് ചെയ്ത് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അതിന് വില പോരാ. നിങ്ങളുടെ വിചാരം എന്താ? മക്കളാണ് വില, കെട്ടിടമാണ് വില, ഉദ്യോഗമാണ് വില, കാറാണ് വില. ഇതാണ് നിങ്ങളുടെ മനസ്സിലുള്ള അഭിപ്രായം. വില മുഴുവനും അതാ. ഇതിനൊന്നുമല്ല കൂട്ടരെ വില. നിങ്ങൾ ശ്വസിക്കുന്ന വായുവിനും കഴിക്കുന്ന വെള്ളത്തിനുമാണ് വില. ആ വെള്ളത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടാകുന്നത്. 2 തരത്തിലുള്ള പെസ്റ്റിസൈഡ്സാണ്. ചില പെസ്റ്റിസൈഡ് അങ്ങോട്ട് തെളിച്ചു കഴിഞ്ഞാൽ ആ ചെടിയുടെ മുഴുവനും ആ ജൈവ പ്രവർത്തനം ഒട്ടാകമാകും. ആ വിഷാംശം എല്ലാ സ്ഥലത്തും ഉണ്ടാകും. ചിലത് പുറമേ തട്ടി കഴുകിയേ പോകുന്നുള്ളതാ, അങ്ങനെ അല്ലാത്തതുണ്ട്. ഇതിലൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. യജ്ഞ മനോഭാവം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മനോഭാവമാണ്. ഇപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് വരുന്നു, ചിലപ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു. അതിൽ ഒരു പ്രത്യേക വെജിറ്റബിൾ നമുക്ക് വരാൻ വേണ്ടിയിട്ടുള്ളതിൽ കൂടുതൽ പെസ്റ്റിസൈഡ്സ് ഉണ്ടെന്നൊക്കെയാണ് റിപ്പോർട്ട് കേൾക്കുന്നത്. എന്താ ഇതിനൊക്കെ ഒരർത്ഥം? ഇത് സാധാരണ അവിടെ ഇവിടെയും താമസിക്കുന്ന പ്രജകൾ ഓരോ സ്ഥലത്തും പോയി കണ്ടെത്തി പിടിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനാണ് തെരഞ്ഞെടുത്ത് നമ്മളൊരു ഭരണകൂടത്തെ ഏൽപ്പിക്കുന്നത്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരമുണ്ട്, പോലീസുണ്ട്, ഗവേഷണം ചെയ്യാൻ വകയിരുത്താം, പണം ബഡ്ജറ്റ് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യുന്നത് അവരാ. ഈ ഭൂമി കേടുവരുന്നതും വായു കേടുവരുന്നതും വെള്ളം കേടുവരുന്നതും കണ്ട് അവർ കൈമലർത്തിയിരുന്നാൽ പറ്റുമോ? നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വേസ്റ്റ് ഉണ്ടല്ലോ, എന്ത് ഗാർബേജ് എന്ന് പറയുന്നത്, ഈ ഗാർബേജ് മുഴുവൻ മദ്രാസിലേക്ക് അയൽ സംസ്ഥാനത്തിലേക്ക് കയറ്റി കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ കേരളീയനായിരിക്കുന്ന ഈ സ്വാമിക്കുണ്ടല്ലോ വലിയ അപമാന തോന്നുന്നത്. നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന വൃത്തികേടുകൾ മുഴുവൻ അന്യൻ്റെ തലയിൽ വെച്ച് കിട്ടുന്ന സ്വഭാവം എന്തിനാ? അഭ്യസ്ത വിദ്യരാണത്രേ കേരളീയർ. എന്താ അഭ്യസ്തതയും വിദ്യതയാണ് നിങ്ങൾക്കുള്ളതെന്ന് ഞാൻ ചോദിക്കുന്നു, ഞാനടക്കം. നമ്മളുടെ വീടുകളിൽ ഉണ്ടാവുന്ന വെടുപ്പുകേടുകൾ മുഴുവനും നമ്മൾ എന്തു വേണം? ആ വെടുപ്പുകേടുകളെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം. അത് വേറൊരാൾക്ക് കൊടുക്കരുത്. പഞ്ചായത്തിന് സംവിധാനം ഏർപ്പെടുത്തേണ്ടി വരും. നമ്മുടെ വീടുകളെ മുഴുവനും നാം പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വേണ്ടതുപോലെ ചെയ്യണം. നമ്മൾ മൂലം ഒരാൾക്കും ഉപദ്രവം ഉണ്ടാവരുത്. നമ്മളുടെ വിസർജനങ്ങൾ എന്തുണ്ടോ
ഉപയോഗിച്ചെടുക്കുന്ന ദ്രവ്യങ്ങൾ എന്തുണ്ടോ അത് മുഴുവനും വേണ്ടതുപോലെ ബയോഡീഗ്രേഡബിളും അല്ലാത്തതുമായി തിരിച്ച് അതിന് വേണ്ടതുപോലെ ഒരു ജൈവമായ ഒരു ട്രീറ്റ്മെൻറ്റോ എന്താ കൊടുത്ത് ശരിയാക്കേണ്ട ഒരു ചുമതലയുണ്ട്. ഇതൊക്കെ യജ്ഞം യജ്ഞം എന്ന് പറയുന്ന സങ്കല്പത്തിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് വിചാരിക്കുന്നത് നമ്മുടെ വൈദിക ജീവിതം യജ്ഞയാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്ന്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കേൾക്കാം വലിയ ഒരു യാഗം നടത്താൻ പോകണമെന്ന്. വലിയ പ്രചാരമായി എല്ലാവരും അങ്ങോട്ട് പോയി ഒരു യാഗമായി. അത് ഒരു ഭാഗമായുള്ളൂ വൈദിക ജീവിതത്തിൻ്റെ. അതേപോലെ പൂർത്തം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൽ തീയും ഇല്ല, അഗ്നിയില്ല, മന്ത്രവും ഇല്ല, ജപവും ഇല്ല. എന്താണത്? 2 കൈയുള്ളതിൽ വലത്തെ കൈയാണ് ഈ പൂർത്തം. ആ പൂർത്തം എന്ന് പറഞ്ഞാൽ സമാജത്തിന് നന്മയരുളുന്നതായ ബഹുമുഖ പ്രവൃത്തികൾ. അതിന് വ്യക്തിയ ജീവിതം, കുടുംബീയ ജീവിതം, സമാജീയ ജീവിതം, രാഷ്ട്രീയ ജീവിതം, പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അതിൽപ്പെടും. ആ പൂർത്തം വളരെ പ്രധാനമാണ്. ഇവിടെ ഇപ്പോൾ കൃഷ്ണൻ എന്താ ചെയ്യുന്നത്? ഇഷ്ടവും പൂർത്തവും കൂടി ഇണക്കി ചേർത്തുകൊണ്ട് ഒരു യജ്ഞസങ്കല്പം അദ്ദേഹം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ആ അവതരിപ്പിക്കുന്നത് വഴി കൃഷ്ണൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങളുടെ കർമ്മങ്ങൾ മുഴുവനും യജ്ഞമായി തീരണമെന്നാണ്. ആ കർമ്മങ്ങൾ മുഴുവനും യജ്ഞമായി തീർന്നാൽ അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ വിധത്തിലുള്ള ഫലവും സമ്പുഷ്ടിയും ഉണ്ടാവുന്നു. ആ തിയറിക്ക് വേണ്ടി അദ്ദേഹം എപ്പോൾ ചെന്നു, എവിടെ ചെന്നു? സഹയജ്ഞ പ്രജാ സൃഷ്ട്വ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്ത്വിഷ്ടകാമധുഗ്. അപ്പം എനിക്കിത് പറയുമ്പോൾ 2 ദിവസം മുമ്പ് കഴിഞ്ഞ സംവാദമാണ്. നമ്മുടെ ഈ വെള്ളം മുഴുവനും ഇങ്ങനെ മലിനമായിരിക്കുന്നുണ്ടല്ലോ, അതിനിപ്പോൾ എന്താ ചെയ്യുക? നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഇതിൻ്റെ ഗൗരവം ജനങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു കയ്യിലൊരു പത്രം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടുകാരെ മുഴുവൻ വേണ്ടതുപോലെ അറിയിപ്പിക്കുക. അറിയിപ്പിച്ച് നിങ്ങൾ എന്തെങ്കിലും അത് ചെയ്യാൻ പുറപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ സഹകരിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? എന്ത് വിഷയം നിങ്ങൾ ഭൂമാനന്ദ സ്വാമിയുടെ കയ്യിൽ കിട്ടിയാലും സമാജത്തിൻ്റെ നന്മയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതോ ഉൾക്കൊള്ളുന്നതോ ആണെങ്കിൽ അതിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് സർവ്വ ആൾക്കാരെയും കുലുക്കി മറിക്കാൻ ഈ സ്വാമിക്ക് സാധിക്കും. എന്ത് കാര്യമാണെങ്കിൽ ആയിക്കോട്ടെ. നമുക്ക് ആദ്യം വിരൽ ചൂടാനുള്ളത് നമ്മൾ തെരഞ്ഞെടുത്ത സർക്കാരിനോടാണ്. അവർക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. പ്രജകളുടെ സ്വരം മാനിച്ചേ തീരൂ. ജനപ്രതിനിധികൾ വരും, ഞങ്ങളാണെന്ന്. നിങ്ങളെ പ്രതിനിധികളാക്കിയ ജനങ്ങളാണ്. അവർക്കുണ്ട് യജമാനന്മാർ. ആരാ? പ്രജകളാണ് യജമാനന്മാർ. നിങ്ങളൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ യജമാനന്മാരാണ്. സർക്കാർ നമ്മുടെ ഭൃത്യന്മാരാണ്. അവർ പബ്ലിക് സർവൻ്റ് എന്നാണല്ലോ പറയുക. അപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്നോട് പറയൂ. അതേമാതിരി നമ്മുടെ ഗൃഹങ്ങളിൽ, എല്ലാ വീടുകളിലും അവർ ഉപയോഗിച്ച് തള്ളിക്കളഞ്ഞ വിസർജനങ്ങളുണ്ടല്ലോ, അതിനെ 2ആയി തിരിച്ച് പ്ലാസ്റ്റിക് ഇനങ്ങൾ ദഹിച്ചു പോകാത്തത് മാറ്റിവെച്ച് ബാക്കിയുള്ളതെല്ലാം നമുക്ക് പൊടിഞ്ഞ് വെള്ളാക്കി തീർക്കുന്ന ഒരു മെത്തേഡുണ്ട്, ഒരു സമ്പ്രദായമുണ്ട്. അത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞങ്ങൾ അതിൽ എന്തെങ്കിലും പങ്കാളിത്തം വേണമെങ്കിൽ എടുക്കാം എന്ന് വരെ പറഞ്ഞയച്ചത്. എനിക്ക് പൂർത്തം എന്ന് പറയുമ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്വാമിജി ഭഗവത്ഗീതയാണല്ലോ വിവരിക്കുന്നത്. എൻ്റെ കൂട്ടരെ ഭഗവത്ഗീതയിൽ ഇല്ലാത്തതൊന്നുമില്ല. ജീവിതം മുഴുവനും അതിലടങ്ങുന്നതാണ്. ഏത് ഭാഗം വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. അതാണ് ഈ സ്വാമി സംസാരിക്കുമ്പോൾ സർക്കാർ ഇടയ്ക്കിടയ്ക്ക് വരണത്. എന്ത് കാര്യങ്ങൾ ഇവിടെ എൻ്റെ മുമ്പിൽ വരും. ഭരണം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ജീവിതം സുഭഗമാക്കാൻ വേണ്ടി അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ ഇല്ലാത്ത അധികാരം അവർക്ക് നിയമദ്വാര കിട്ടി ആരോട് എന്ത് വേണമെങ്കിൽ പറയാനും ഒതുക്കാനും നിർത്താനും ശിക്ഷിക്കാനുമുള്ള അധികാരം ഉള്ളത് സർക്കാരിന് മാത്രമാണ്. അപ്പം അത് വേണ്ടതുപോലെ ഭരണം നടത്തിയാലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രജകൾ അവരുടെ കാര്യങ്ങൾ വേണ്ടതുപോലെ നോക്കണം. നമ്മൾ വേണ്ടതുപോലെ നടക്കുക. ബാക്കിയുള്ളവർ നടക്കണില്ലെങ്കിൽ അവർക്ക് നടക്കാനുള്ള ഒരു സൗകര്യം, ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇതൊക്കെ നമ്മൾ വേണ്ടതാണ്. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താ? അർജുന, വെറുതെ ഒരു വ്യക്തിയമായി ജീവിച്ചാൽ പോരാ. നമ്മൾ സമാജത്തിൻ്റെ അംഗമാണെന്ന് നമുക്ക് തോന്നണം. ആ സമാജം വളരുന്നത് ഭൗമമായ ഒരു അന്തരീക്ഷത്തിലാണ്. നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ ഭൂമി, വെള്ളം, വായു, ഇത് 3ഉം നമുക്ക് എപ്പോഴും വേണ്ടതാണ്. ഭൂമിയിലാണ് നടക്കുന്നത്, നിൽക്കുന്നത്. വായുവാണ് സദാ ശ്വസിക്കുന്നത്, വെള്ളമാണ് നിരന്തരം കുടിക്കുന്നത്. ഈ 3 സാധനവും നമ്മുടെ ജീവനേക്കാൾ പ്രിയമാണ് ജീവനെ നിലനിർത്താൻ. അതിനെ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കി കൃഷ്ണമണി പോലെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. ഇത് യജ്ഞസങ്കല്പത്തിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്.
ചിലർക്കൊരു അഭിപ്രായമുണ്ട്, സ്വാമിജി ഞങ്ങൾ സമാധാനമില്ലാതെ ഇങ്ങനെ കൂടുക. അപ്പം സ്വാമിജി പറയുമ്പോൾ സമാധാനത്തിനുള്ള കാര്യങ്ങൾ പറയണമെന്ന്. സമാധാനക്കേട് നിങ്ങൾക്ക് പലതരത്തിലാവാം. ഈ സ്വാമിജിക്ക് അടക്കം സമാധാനക്കേടുണ്ട്. എന്താ സമാധാനക്കേട്? ഇതാ വെള്ളത്തിൽ വിഷം കലർന്നു, കറുപ്പ് നിറമാണ്, എയർ ഹോൺ അടിച്ചിങ്ങനെ പോണു, വേസ്റ്റൊക്കെ തകരാറാക്കി കളയണു എന്ന് പറയുമ്പോൾ എന്നെ പോലെയുള്ളവർക്കും ഉണ്ടപ്പോൾ ആ സമാധാനക്കേട്. നിങ്ങളുടെ സമാധാനക്കേട് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ചൊല്ലി മാത്രമാണ്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് സമാജത്തിന് മുഴുവൻ ചൊല്ലിയിട്ടാണ് തലവേദനയും ഉള്ളുവേദനയും. അപ്പം നിങ്ങളുടെ സമാധാനക്കേട് മാത്രം കണക്കിലെടുത്താൽ പോരാ. ഭൂമാനന്ദ സ്വാമിയുടെ പ്രവചനത്തിൽ അത് പൂർണ്ണമാകണമെങ്കിൽ സമാജത്തിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് അതിന് ഒരു പ്രബുദ്ധതയെങ്കിലും ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നോക്കൂ കൃഷ്ണൻ എന്താ പറയണത് എന്ന്. സഹയജ്ഞ പ്രജാ സൃഷ്ട്വ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്ത്വിഷ്ടകാമധുഗ്. ഈ ഒരു ശ്ലോകം എല്ലാവരും വായിക്കും. ഗീതയിൽ 700 ശ്ലോകമുണ്ട്, അതിലൊന്നത് ഇരിക്കട്ടെ. ഒരൊറ്റ ആള് അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലരും വായിക്കുന്നുണ്ട്. ഇതേവരെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഈ ശ്ലോകം എന്താ സ്വാമിജി ഇതിനർത്ഥം മനസ്സിലായില്ല എന്ന് ഒരാളും പറഞ്ഞില്ല. അപ്പം അവിടേക്ക് അവരുടെ കണ്ണും മനസ്സും എത്തുന്നില്ല എന്നർത്ഥം. സഹയജ്ഞാഹ പ്രജാഹ സൃഷ്ടുവ പുരോവാച പ്രജാപതി. കൃഷ്ണനെ നമ്മൾ കൃഷ്ണ പരമാത്മാവായി കാണും, പരമാത്മാവായി കാണും. കൃഷ്ണനുള്ളപ്പോൾ പിന്നെ നമുക്കൊന്നും വേണ്ട. ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷമായ കൃഷ്ണനാണെന്ന് നമ്മൾ പറയാറുണ്ട്. ആ കൃഷ്ണൻ അർജുനനോട് യുദ്ധക്കളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ പ്രജാപതിയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ പറയണു എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നു. അപ്പോൾ എവിടെ പോയി കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. കൃഷ്ണന് പോലും ഈ പ്രജാപതിക്ക് ഒരു റെഫറൻസ് നടത്താൻ തോന്നിയാൽ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ മഹിമ എത്രത്തോളമുണ്ട്, തത്വജ്ഞാനികളുടെ നിലപാട് എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ കൂട്ടരെ. നമ്മൾ ഒരിക്കലും അല്പബുദ്ധികളായിട്ടില്ല. ഇടുങ്ങിയ മനസ്സ് നമ്മൾ ആദരിക്കുന്നില്ല. നമ്മൾക്ക് വിസ്തൃതം, വിശാലം, സാർവജനീനം, ഭൂമിയെപ്പോലെ സർവഗോളങ്ങളെയും ഗ്രസിച്ചുകൊണ്ടുള്ള ഒരു വീക്ഷണം, മനസ്സുകൊണ്ട് വിശ്വവ്യാപകമായിരിക്കുന്ന ഒരു വളർച്ച, ഇതാണ് ഭാരതീയൻ്റെ ചിന്താഗതി. ഇതാണ് നമ്മുടെ ധർമ്മം നമ്മളിൽ അനുശാസിക്കുന്നത്. പ്രജാപതി പണ്ടേ പറഞ്ഞിട്ടുണ്ട് അർജുന, പ്രജാപതി പുര ഉവാച. എന്താ പറഞ്ഞത്? സഹയജ്ഞാഹ പ്രജാഹ സൃഷ്ടുവ. മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിക്കുന്നു, ഇഷ്ടം പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. ആ സൃഷ്ടിച്ച സമയത്ത് തന്നെ സഹയജ്ഞാഹ സൃഷ്ടുവ മനുഷ്യരോട് പറഞ്ഞതാ, നിങ്ങൾ മനുഷ്യരാണ്, നരന്മാരാണ്. നിങ്ങൾ മൃഗങ്ങളല്ല, പക്ഷികളല്ല, ജന്തുക്കളല്ല, ജലജന്തുക്കളല്ല, നിങ്ങൾ മനുഷ്യരാണ്. 2 കാലിലാണ് നടക്കുന്നത്. നിങ്ങളുടെ കയ്യിനുള്ള ശക്തിയും പ്രാപ്തിയും വേറെ ഒരു മൃഗത്തിനുമില്ല. കുരങ്ങിനും ഉണ്ട് 2 കയ്യ്, അത് ചിലതൊക്കെ പിടിക്കാനും തടിക്കാനും ഒക്കെ പറ്റും. പക്ഷേ മനുഷ്യൻ അവൻ്റെ കൈ ഉപയോഗിക്കുന്നത് മാതിരി വേറെ ഒരു ജീവിക്കും ആ കൈ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ കൈവേല കൊണ്ട് നമ്മൾ എത്ര എൻജിനീയറിങ് സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കൈയും തലയും അതിന് വലിയ ശക്തിയാണ്. അങ്ങനെ കൈയും തലയും നാവും 3 എണ്ണം നല്ല പോലെയുള്ള മനുഷ്യനോട് പറയാണ് സഹയജ്ഞാഹ സൃഷ്ടുവ. നിങ്ങൾ വെറുതെ ജീവിച്ചാൽ പോരാ, സ്വാർത്ഥം ആ 2 അക്ഷരം നിങ്ങളുടെ ജീവിതത്തിൽ പാടില്ല. സ്വാർത്ഥികളായി ജീവിക്കുന്നതാണ് മിക്കവാറും മൃഗങ്ങൾ. സ്വാർത്ഥതയില്ലാതെ പരാർത്ഥത കാണുമെങ്കിൽ സസ്യലതാദി വൃക്ഷങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒരു മാവിലെ 1000 മാങ്ങയുണ്ടാവും, ഒരൊറ്റ മാങ്ങയിലും മഹാഭാവം ആ മാവ് തിന്നില്ല. പുഴകൾ ഒഴുകുന്നു, ഒരു തുള്ളി വെള്ളം തനിക്ക് വേണ്ടിയിട്ടല്ല, മേഘങ്ങൾ വർഷിക്കണു. അതിലുണ്ടാവുന്ന സസ്യങ്ങളുടെ ഒരു കായ പോലും ഈ മേഘം ഇറങ്ങി വന്ന് തിന്നണില്ല. ഇതൊക്കെ പരാർത്ഥമായി ചെയ്യുന്ന പ്രവൃത്തികളാണ്. പക്ഷേ ജീവജാലങ്ങൾക്ക് അങ്ങനെയില്ല, സ്വാർത്ഥമാണ്. ആ സ്വാർത്ഥം മനുഷ്യനിലും ഉണ്ട്, നല്ല പോലെ ഒളിഞ്ഞു കിടക്കണു, ശക്തമായിട്ട് കിടക്കണു. ഈ സ്വാർത്ഥതയെ എടുത്തു കളഞ്ഞ് പരാർത്ഥത പ്രതിഷ്ഠിക്കുന്നതാണ് നരജന്മത്തിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം, മഹിമ, മേന്മ, ധന്യത, അനുഗ്രഹം. സഹയജ്ഞാഹ സൃഷ്ടുവ. യജ്ഞത്തോടുകൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രജകളെ. എന്നിട്ട് ആ പ്രജകളെ സൃഷ്ടിച്ചിട്ട് പറയാണ് അനേന
പ്രസവിഷ്യധ്വം. എത്ര വിശേഷപ്പെട്ട വാക്കാ! നിങ്ങൾ ആരെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കുന്നുണ്ടോപ്പാ? ആ വാക്ക് അനേന, ഈ യജ്ഞം യജ്ഞം എന്ന് പറയുന്ന ബുദ്ധി, യജ്ഞം യജ്ഞം എന്ന് പറയുന്ന പ്രേരണ, യജ്ഞം യജ്ഞം എന്ന് പറയുന്ന ആചരണം, ആ ആചരണത്തോടുകൂടി പ്രസവിഷ്യധ്വം, നിങ്ങൾ പ്രസവിച്ച് വലുതായി തലമുറകളായി നീണാൾ വാഴൂ. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവണം. ഓരോ തറവാടും ഓരോ കുടുംബവും ഓരോ ഗോത്രവും നല്ല പോലെ തുടരണം. അത് തുടരാനുള്ള ഒരൊറ്റ വഴി, ഒരു താക്കോല് അനേന പ്രസവിഷ്യധ്വം. ഈ യജ്ഞം എന്ന് പറയുന്ന ആ മനോഭാവം, സങ്കല്പം, ആദർശം, ലക്ഷ്യം, ആ ആചരണം, അനുഷ്ഠാനമുണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. ഈ യജ്ഞം എന്നുള്ളത് നീക്കി നിർത്തി കഴിഞ്ഞാൽ മനുഷ്യജന്മം അധപ്പതിച്ചു, തകർന്നു, തരിപ്പണമായി. അനേന പ്രസവിഷ്യധ്വം ഏഷ വഹ തു ഇഷ്ടകാമധുഗ്. നേരെ മറിച്ച് ഇത് വേണ്ടതുപോലെ കൊണ്ടു നടന്ന് പിന്തുടർന്ന് അനുഷ്ഠിച്ചാലോ കാമധേനുവാണ് ഇത് നിങ്ങൾക്ക്. കാമധേനു എന്ന് പറഞ്ഞാൽ എന്താ? കാമിച്ചതെല്ലാം അങ്ങോട്ട് കറന്നെടുക്കാം നമുക്ക് കാമധേനുവിൽ നിന്ന്. അപ്പം മനുഷ്യന് രചിക്കാൻ സാധിക്കുന്ന, സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു കാമധേനുവാണ് ഈ യജ്ഞം. ആ യജ്ഞ മനോഭാവത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികളെ മുഴുവൻ നിങ്ങൾ യജ്ഞമാക്കൂ. അത് പറ്റാത്തവരാണ് ചില പ്രത്യേക യജ്ഞങ്ങൾ നടത്തുന്നത്. എന്തു ചെയ്തു ദശരഥൻ? കൗസല്യയിലെ ശാന്ത എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായി. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു കാണും. അപ്പൊ കൗസല്യ പ്രസവിച്ചില്ല, ഗർഭം ധരിച്ചില്ല. ദശരഥൻ ഷണ്ണനാണെന്നൊന്നും നിങ്ങൾ പറയരുത്. അദ്ദേഹത്തിനൊരു കുട്ടിയുണ്ടായി. ആ പെൺകുട്ടിയെ ദത്തു കൊടുത്തു. പിന്നെ കൗസല്യ ഗർഭം ധരിച്ചില്ല. അപ്പൊ രണ്ടാമതൊരു കല്യാണം കഴിച്ചു, അതിലും ഇല്ല ഗർഭം. മൂന്നാമത് കല്യാണം കഴിച്ചു കൈകേയി, അതിലും ഇല്ല. ഇങ്ങനെ 3 പത്നിമാരും ഗർഭം ധരിക്കാതെ പരാജിതനായി നിൽക്കുമ്പോഴാണ് ദശരഥൻ എന്ത് ചെയ്തു? വിട്ടില്ല. വലിയ ഒരു യജ്ഞം ഞാൻ ചെയ്തു കളയാമെന്ന്. സാധാരണ രാജാവ് രാജ്യം ഭരിക്കുമ്പോൾ ഭരണം മാത്രമേ ഉള്ളൂ. കപ്പങ്ങളൊക്കെ മേടിക്കും, നികുതിയൊക്കെ മേടിക്കും, സുഖമായിട്ട് ചെലവ് ചെയ്യും, ഭരണം കൊണ്ട് നടത്തും. ആ രാജധാനിയിൽ എല്ലാവരെയും വിളിച്ചൊരു ആതിഥേയം നടത്തുക, അങ്ങനെയുള്ള സമ്പ്രദായം ഇല്ല. നിങ്ങൾ ആലോചിക്കൂ, നമ്മുടെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ ഒരു പ്രധാനമന്ത്രിയോ ഒരു പ്രസിഡന്റോ പ്രജകളെ മുഴുവൻ വിളിച്ച് ഒരു സദ്യ നടത്തിയിട്ടുണ്ടോ ഇതേവരെ നമ്മുടെ നാട്ടിൽ? ഒന്ന് പറയുന്നപ്പാ. ഭൂമാനന്ദ സ്വാമിയുടെ ചോദ്യത്തിന് മറുപടി ആരെങ്കിലും വിളിച്ച് ചെയ്തിട്ടുണ്ടോ? എങ്ങാനും വിളിക്കുന്നുണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ട് പേര് പറഞ്ഞ് മുൻകൂട്ടി അറിയിച്ച് RSVP ഇട്ട് അങ്ങനെയായിട്ട് ആൾക്കാരെ വല്ല കാര്യത്തിനെ വിളിക്കുള്ളൂ. സാധുക്കള് എന്ന് പറയുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി സാധുക്കൾക്ക് വേണ്ടി ഒരു സദ്യ ഇവിടെ നടത്തിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറയും. അപ്പൊ ദശരഥൻ എന്താ ചെയ്യാൻ തീരുമാനിച്ചേ? അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. എന്താ ഈ അശ്വമേധയാഗം എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഒരു കൊല്ലത്തെ തയ്യാറെടുപ്പ് വേണം. അതിൽ ദൈവികമായ ചില വശങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അഗ്നിയുണ്ട്, ഹോമമുണ്ട്, ഋത്വിക്കുകൾ വേണം. അതാണല്ലോ നമ്മുടെ കേന്ദ്ര ബിന്ദു. പക്ഷെ അശ്വമേധയാഗത്തെ ചൊല്ലി എന്തൊക്കെയാണ് ചെയ്യണത്? ഖജാനയിലുള്ള പണം മുഴുവനും ചെലവ് ചെയ്ത് അങ്ങോട്ട് തീർക്കും. സർവ്വ ആൾക്കാരെയും വിളിക്കും. അവർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം, എന്തെല്ലാം വേണമോ അത് മുഴുവൻ വാരി കോരി കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ ഖജാന കാലിയായി. അതുവരെയാ അതിൻ്റെ ലിമിറ്റ്. അങ്ങനെ ഒരു മഹത് കർമ്മം ചെയ്യാൻ തീരുമാനിച്ചു. അശ്വമേധയാഗം നടത്തി. അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രസാദം കിട്ടിയെന്നാണ് വാൽമീകി രാമായണം നമ്മളോട് പറയണത്. അത് 3 ആൾക്കും കൊടുത്തു. 3 പേര് 4 കുട്ടികളെ പെറ്റു. കാമധേനു ആണോ യജ്ഞം? നിങ്ങൾ തന്നെ മറുപടി പറയണം. ആ അശ്വമേധയാഗം കഴിഞ്ഞ് കയ്യിലുള്ളത് മുഴുവൻ കൊടുത്ത് ആ പൂർത്തം എന്ന് പറയുന്ന ഭാഗം ഇഷ്ടം പോലെ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലാത്ത കുട്ടികൾ 4 പേരുണ്ടായി. ഇതാണ് കാമധേനു എന്ന് പറയുന്നത്. സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്ത്വിഷ്ടകാമധുഗ്. നമ്മുടെ അയൽ സംസ്ഥാനമുണ്ടല്ലോ തമിഴ്നാട്. ആ തമിഴ്നാട്ടിൽ അവരെല്ലാവരും കൂടി മഴയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കെമിക്കൽ പ്രോസസ്സ് ഉണ്ട്. ഈ മേഘങ്ങളെയെല്ലാം നമ്മളൊന്ന് ഫെർട്ടിലൈസ് ചെയ്ത് മഴ പെയ്യിപ്പിക്കുന്ന ഒരു സമ്പ്രദായം. ഇവരതിന് പരിശ്രമിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ.
കാര്യമൊന്നും നടന്നില്ല. മേഘങ്ങളോട് മല്ലിടാൻ പുറപ്പെട്ടൊരു വല്ല കാര്യമുണ്ടോ? മേഘങ്ങൾ വന്നെത്തിയാലല്ലേ നമുക്ക് പെയ്തിങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ. മേഘങ്ങൾ എങ്ങനെ ഉണ്ടാവണം? ഉള്ള മേഘങ്ങൾ എങ്ങനെയാ ഓരോ വഴിക്ക് പോകുന്നത്? അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മൂകമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭൂമിയിലുണ്ടായ നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ പറയണത്? ഭൂമിയിലുണ്ടായ നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, ജീവജാലങ്ങൾക്ക് പലതിനും സംവേദനശീലമുണ്ടെങ്കിൽ, സംവേദനക്ഷമതയുണ്ടെങ്കിൽ, ഇതിനെ പ്രസവിച്ചു തന്ന ഭൂമിക്കും വായുവിനും വെള്ളത്തിനും അതിസൂക്ഷ്മ രൂപത്തിലെങ്കിലും സംവേദനം ഉണ്ടാകണമല്ലോ. ആരാണ് ഈ യുക്തിയെ ചോദ്യം ചെയ്യാനുള്ളവർ ലോകത്തിൽ? പ്രകൃതിയുടെ സൃഷ്ടിയിൽ ഒരു വിശേഷമുണ്ട്. ഗ്രേഡഡ് ആണ്, വ്യത്യാസങ്ങളുണ്ട്. ജഡങ്ങളുണ്ട്, ചേതനകളുണ്ട്, സചേതനങ്ങളും അചേതനങ്ങളുമുണ്ട്. പക്ഷെ ഈ സചേതനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അചേതനങ്ങളിൽ നിന്നാണ്. അപ്പൊ കാരണത്തിലില്ലാത്തത് കാര്യത്തിലുണ്ടാവില്ല. അപ്പൊ നമുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നമ്മെ പ്രസവിച്ച ഭൂമിക്കും വെള്ളത്തിനും വായുവിനുമെല്ലാം ഈ ബുദ്ധിയുടെ സൂക്ഷ്മാംശം അതിലുണ്ടാവണം. പോട്ടെ, അത് വിടൂ. ഈ പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ടായത് എവിടുന്ന? ആ പഞ്ചഭൂതങ്ങൾ ഉണ്ടായി അതുവഴിക്ക് ബുദ്ധിയും മനസ്സും ഒക്കെയുള്ള ജീവജാലങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ സൂക്ഷ്മാംശത്തിൽ ഇതില്ലെങ്കിൽ എങ്ങനെയാ സ്ഥൂലത്തിൽ ഇത് ഉണ്ടാവുക? ഇതാണ് നമ്മുടെ ചിന്താഗതിയുടെ വിശേഷം. എന്തിനാ ഞാനിത് പറഞ്ഞത്? അവർ മേഘങ്ങളെ ഫെർട്ടിലൈസ് ചെയ്ത് മഴ പെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടിട്ട് അത് തോറ്റു. ശരിയാവില്ല, അതിന് വലിയ ചിലവാണ്. സിൽവറെന്നോ എന്തൊക്കെയോ സാധനങ്ങൾ വേണം. അതിന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആ സാധനങ്ങൾ വേണം. നേരെ മറിച്ച് ഒരു നല്ല യാഗം എല്ലാവരും കൂടി പങ്കെടുത്ത് നമുക്ക് മഴ പെയ്യണില്ലല്ലോ, മഴ പെയ്യാ പറഞ്ഞ് ഒരു പ്രാർത്ഥനയോടുകൂടി വലിയ ഒരു തപസ് ചെയ്താൽ, ഭൂമാനന്ദ സ്വാമിജി പറയണു മഴ പെയ്യുന്നു. സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. എന്താ ഞാനിത് പറയാനുള്ള കാരണം? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? എനിക്ക് നല്ല പോലെ അറിയാം നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല. മനുഷ്യനുണ്ടായപ്പോഴല്ലേ ആ ആള് ജീവിക്കാൻ പുറപ്പെട്ടത്? മനുഷ്യരാശിയെ സൃഷ്ടിച്ചതാരാ? ബുദ്ധി തന്നതാരാ? നമ്മൾ ഈ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ? ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഉണ്ടെങ്കിലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഭൂമിയിൽ പലതും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റണം. ആ കൃഷി വിത്തുകൾ പ്രകൃതി തരുന്നതാണ്. കൃഷി മണ്ണ് പ്രകൃതി തരുന്നതാണ്. വായു, വെള്ളം, സൂര്യരശ്മി, ചന്ദ്രരശ്മി ഒക്കെ പ്രകൃതി തന്നതാണ്. അപ്പം ആ പ്രകൃതിയുടെ സംവിധാനത്തിൽ മനുഷ്യന് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തോടു കൂടി നമ്മൾ ജനിച്ചിരിക്കുകയാണ്. ആ ജീവിതം പരുങ്ങല്ലാവുമ്പോൾ നമ്മൾ എന്തു വേണം? ദൃശ്യമേഖലയിൽ അതിന് പരിഹാരമില്ല എന്ന് കണ്ടാൽ അദൃശ്യമേഖലയിലേക്ക് ഉറ്റുനോക്കണം. ആ ഉറ്റുനോക്കലാണ് ദശരഥൻ ചെയ്തത്. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്കൊരു കമ്പി അടിച്ചിട്ട് പ്രോവിഡൻസിനോട് സംസാരിക്കാനൊന്നും പറ്റില്ല. ദൈവമേ അങ്ങയുടെ അഡ്രസ്സ് ഇങ്ങോട്ട് തരൂ, ഞാനൊരു ടെലി കമ്മ്യൂണിക്കേഷൻ അയക്കാം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങളുടെ ജീവിതം തന്നെ പ്രകൃതിയോട് ബന്ധപ്പെട്ടതാണ്. ആ പ്രകൃതി വിഭവം കനിഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് തെറ്റുണ്ടെങ്കിലും അത് ക്ഷമിച്ച് പരിഹാരം വേണമേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നണോ അത് ചെയ്തോളൂ. ദശരഥന് തോന്നിയത് അശ്വമേധയാഗം ചെയ്യാനാണ്, അല്ലാതെ സിൽവർ അയഡൈഡോ എന്തോ ഒരു സാധനം കൊണ്ടുപോയി സ്പ്രേ ചെയ്യാനല്ല തോന്നിയത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിന് ഫലമില്ല എന്ന് നിങ്ങൾ പറയരുത്. ഇഷ്ടംപോലെ ഫലമുണ്ടാവും. എപ്പോഴെങ്കിലും മഴ പെയ്തില്ല എന്ന് കേട്ടാൽ ഞാൻ പറയും നമുക്ക് മഴ പെയ്യിപ്പിക്കാൻ പോവാന്ന്. അപ്പം മനുഷ്യരുടെ മുമ്പിലുള്ള ഒരു വലിയ പ്രശ്നമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അനേന പ്രസവിഷ്യധ്വം ഏഷവോ സ്വിഷ്ടകാമധുക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ കാമധുക്കാവട്ടെ, കാമധേനു. ഈ ഒരൊറ്റ യജ്ഞം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ നേടിയെടുക്കാം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ഇതെല്ലാവരും ഒരു റിലീജിയസ് പ്രസ്താവനയായിട്ട് എടുക്കും. ഞാൻ അങ്ങനെ എടുക്കണില്ല. എൻ്റെ ദൃഷ്ടിയിൽ കൃഷ്ണൻ പറയുന്നതൊക്കെ യുക്തിസഹമായി പ്രകൃതിയുടെ തത്വമൂല്യ സിദ്ധാന്തങ്ങളെ അനാവരണം ചെയ്ത് പറയുന്നതാണ്. ഈ യജ്ഞം എന്ന് പറയുന്നത് എപ്പോഴും ഉപരിദേവതകളോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്.